അല്ലാഹുവേ, നിനക്ക് വേണ്ടി വല്ലതും തരണം എന്ന് ചോദിക്കുമ്പോൾ കൊടുക്കാൻ എന്റെ കയ്യിൽ ഇല്ല പടച്ചവനെ. അങ്ങനെ ഉണ്ടാവൂലേ? ഇവിടെ സ്ഥാപനത്തിന് സഹായിക്കണം എന്ന് പറയുമ്പോ, പടച്ചോനെ എന്റെ കയ്യിലൊരു 100 രൂപ ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തേനെ, പക്ഷെ എന്റെ കയ്യിൽ ഇല്ലല്ലോ പടച്ചോനെ. അങ്ങനെ സങ്കടപ്പെടുന്ന അതൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും. നമുക്കൊക്കെ ജീവിതത്തിൽ ചില നേരം 50 പൈസ കയ്യിലില്ലാത്ത നേരം ഉണ്ടാവും. ചിലപ്പോ ഒരു മഖ്ലൂക്കിനോട് ചോദിക്കാൻ പറ്റുമോ? സങ്കടപ്പെട്ട് റബ്ബേ ഒരു ആവശ്യമെന്ന് ഞാൻ എന്തായി പോകും, സങ്കടപ്പെടുന്ന ഒരു നേരമുണ്ട്. അബൂ ദംദം എന്നവരെ പറയുകയാണ്, അല്ലാഹുവേ, നിന്റെ വഴിയിലേക്ക് നൽകാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല തമ്പുരാനെ. വലാ ജിസ്മുൻ നുജാഹിദു ബിഹി ഫീ ദാതിക, നിനക്ക് വേണ്ടി ധർമ്മസമരം ചെയ്യാൻ ആരോഗ്യമുള്ള ശരീരവും എനിക്കില്ല റബ്ബേ. എന്നാൽ ഞാനൊരു കാര്യം മുസ്ലിമീങ്ങൾക്ക് കൊടുക്കാൻ പോവുകയാണ്, അത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ലയോ എന്നാണ് ഹബീബ് ചോദിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഹദീസ് വളരെ സ്വഹീഹായ ഹദീസാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറയുന്നു, അബൂ ദംദം എന്നവരുടെ ദുആ, വലാകിന്നി അതസദ്ദഖു ബിഇർദി അലൽ മുസ്ലിമീൻ. അല്ലാഹുവേ, എന്റെ അഭിമാനം മുസ്ലിമീങ്ങൾക്ക് ഞാൻ ദാനം ചെയ്തിരിക്കുന്നു റബ്ബേ. എന്റെ അഭിമാനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുകയാണ്. അല്ലാഹുമ്മ, പടച്ചവനെ, പാതിരാത്രിയിൽ അബൂ ദംദം എന്ന മഹാനായ മനുഷ്യൻ ചെയ്ത ദുആയാണിത്. ഹബീബായ നബി തങ്ങൾ പറയുന്നു, അദ്ദേഹം ദുആ ഇറക്കുകയാണ്, അല്ലാഹുമ്മ മൻ ശതമനി, എന്നെ ആരെങ്കിലും ചീത്ത വിളിക്കുകയാണെങ്കിൽ, ഔ സബ്ബനി, എന്നെ അനാവശ്യം പറയുകയാണെങ്കിൽ, അവ്ഗതാബനി, ഞാനില്ലാത്ത നേരത്ത്, ഞാൻ അറിയാത്തൊരു സാഹചര്യത്തിൽ എന്നെപ്പറ്റി ഒരാൾ തന്നെപ്പറ്റി കേൾക്കാൻ ഇഷ്ടപ്പെടാത്തത് ആരെങ്കിലും ചർച്ച ചെയ്യുകയാണെങ്കിൽ, ഫജ്അൽഹാ ലഹു ഗഫാറ, അല്ലാഹുവേ, ഞാൻ അയാൾക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു, ഞാൻ അയാൾക്ക് മാപ്പ് ചെയ്തിരിക്കുന്നു റബ്ബേ. എനിക്ക് കൊടുക്കാൻ കാശില്ല പടച്ചവനെ, നിന്റെ ധർമ്മസമരം ചെയ്യാൻ എനിക്ക് ആരോഗ്യമില്ല റബ്ബേ. എന്നാൽ എന്നെപ്പറ്റി ആരൊക്കെ ചീത്ത പറയുന്നുവോ, ആരൊക്കെ എന്നെ ആക്ഷേപിക്കുന്നുവോ, ആരൊക്കെ എന്നെ പരിഹസിക്കുന്നുവോ, എന്റെ അഭിമാനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു റബ്ബേ. ഞാൻ എന്നെ ആക്ഷേപിക്കുന്നവർക്ക് നിന്നോട് പകരം ചോദിക്കില്ല റബ്ബേ, അവർക്ക് ശിക്ഷ കൊടുക്കണമെന്ന് പറയില്ല റബ്ബേ. എന്റെ അഭിമാനം ഞാൻ സ്വതക്ക ചെയ്തിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞ അബൂ ദംദമിനെ പോലെ നിങ്ങൾ ആർക്കെങ്കിലും എന്താ ആവാൻ പറ്റാത്തതെന്ന് ചോദിച്ചത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇതാണ് ഉമ്മത്തിന്റെ കാഴ്ചപ്പാടെങ്കിൽ എത്ര മനോഹരമായിരിക്കും ഈ ലോകം.